ഹലോ എവരി വൺ. കഴിഞ്ഞ ദിവസം നടന്ന ഡ്രൈവർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്നും 50 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതായത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അന്നേരം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തത് 12,000 കിലോ അൺലാഡൻ വെയിറ്റ് ഉള്ള റോഡ് റോളർ ഏത് വിഭാഗത്തിൽ വരുന്നു? അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. മീഡിയം ഗുഡ്സ് വാഹനത്തിലാണ് വരുന്നത്. ഏതാണ്? മീഡിയം ഗുഡ്സ് വാഹനത്തിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ്, ചരക്ക് കയറ്റുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോയ്ക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഡാഷ് കാറ്റഗറി വാഹനങ്ങൾ എന്ന നിർവചനത്തിൽ വരുന്നു. ഇതും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്? N3 കാറ്റഗറിയാണ്. N3 എന്ന് പറയുന്നത് വെയിറ്റ് കയറ്റുന്നത്, അതായത് വെയിറ്റ് കയറ്റുന്നതും പാസഞ്ചർ കയറ്റുന്നതുമായ കാറ്റഗറിയിലുള്ളതാണ് N1, N2, N3. N3 ആണ് 12,000 കിലോയ്ക്ക് മുകളിലുള്ള വാഹനങ്ങൾ. നെക്സ്റ്റ്, അപകട സാധ്യത നിറഞ്ഞ ചരക്ക്, അതായത് ഹസാർഡ് ഗുഡ്സ് കയറ്റുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് പുതുക്കി നൽകുന്ന കാലാവധി. ഇതും റിപ്പീറ്റ് ആണ്. 3 വർഷമാണ് കാലാവധി. നെക്സ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന കുറ്റം ഏതാണ്? പബ്ലിക് സർവീസ് വാഹനം, അതും റിപ്പീറ്റ് ചെയ്താണ്. സെയിം തന്നെ, ഓപ്ഷനും എല്ലാം റിപ്പീറ്റേഷൻ ആണ്. പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുകവലിക്കുന്നു, അയോഗ്യത കൽപ്പിക്കാം. വാഹനം മോഷ്ടിക്കുക, അതും അയോഗ്യത കൽപ്പിക്കാം. ഗുഡ്സ് വാഹനങ്ങളിൽ അമിതമായി ഭാരം കയറ്റുക, അതും എന്താണ്? മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. നെക്സ്റ്റ്, ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം, ഇതും റിപ്പീറ്റ് ആണ്. പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകുക. നെക്സ്റ്റ്, പബ്ലിക് സർവീസ് വാഹനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന വാഹനം. പബ്ലിക് സർവീസ് വാഹനം ഇത് നോക്കിയാൽ മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, സ്റ്റേജ് കാരേജ്, ഇത് മൂന്നും വരും. അതായത് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം പബ്ലിക് സർവീസ് വാഹനത്തിന്റെ നിർവചനത്തിൽ വരും. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം. പെർമിറ്റ് ആവശ്യമുണ്ട്, അന്നേരം അത് പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളാണ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അങ്ങനെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. നെക്സ്റ്റ്, ഈ റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി. അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോഴുള്ള എല്ലാം ഇലക്ട്രിക് റിക്ഷകളാണ്. അതിന്റെ ഫിറ്റ്നസിന്റെ കാലാവധി 3 വർഷത്തേക്കാണ്. എത്ര വർഷമാണ്? 3 വർഷത്തേക്കാണ്. നെക്സ്റ്റ്, ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെമ്പററി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലാവധി. അതായത് എത്ര നാള് ടെമ്പററി ആയിട്ട് അതിനെന്ത് ചെയ്യാം? പെർമിറ്റ് നൽകാം. 1 വർഷത്തേക്കാണ്. എന്താണ്? 1 വർഷത്തേക്ക്, മാറിപ്പോകരുത്. 1 വർഷത്തേക്ക് ടെമ്പററി അതായത് പെർമിറ്റ് നൽകാം. നെക്സ്റ്റ്, ഡാഷ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു ഉചിതമായ ചൈൽഡ് റിസ്ട്രെന്റ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്. 12 വയസ്സാണ്. 4 വയസ്സല്ല, 12 വയസ്സാണ്. 12 വയസ്സാണ്. നെക്സ്റ്റ്, തന്റെ വാഹനം ഇടത്തേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്ന ആൾ. ഒരു ഡ്രൈവർ ചെയ്യരുതാത്തത്, അതായത് ചെയ്യരുതാത്തത് ഏതാണ്? അതായത് ഇതിന്റെ ആൻസർ, സ്ലീപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത്. അത് എന്ത് ചെയ്യാം? അതാണ് ഇതിനകത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ള ആൻസർ. അതാണ്. നെക്സ്റ്റ്, സിഗ്നൽ നൽകുന്നതിന് വേണ്ടി മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആയ ഉപകരണം വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ, അതായത് കേടാണ് എങ്കിൽ ഡ്രൈവർ കൈകൊണ്ട് കൊടുക്കേണ്ടാത്ത സിഗ്നലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. PSC കൊടുത്തിരിക്കുന്ന ആൻസർ വേഗത കുറയ്ക്കുക എന്നാണ്. വേഗത കുറയ്ക്കുന്നതിന് നമ്മൾ കൈകൊണ്ട് സിഗ്നൽ കൊടുക്കാറുണ്ട്. അതായത് നിർത്തുന്നതിന് തൊട്ട് മുമ്പ് വാഹനം വേഗത കുറയ്ക്കുന്നു എന്ന് പറയുന്നതിന് എന്ത് ചെയ്യും? നമ്മൾ സിഗ്നൽ കൊടുത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ PSC കൊടുത്തിരിക്കുന്നത് വേഗത കുറയ്ക്കുക എന്നതാണ്. നെക്സ്റ്റ്, പെഡസ്ട്രിയൽ ക്രോസിംഗിലും അതിന് മുമ്പുള്ള ഡാഷ് മീറ്ററിലും വാഹനങ്ങൾ നിർത്തരുത്. അതായത് പെഡസ്ട്രിയൽ ക്രോസിംഗ് ഉണ്ടെങ്കിൽ അതിന് തൊട്ട് അതായത് അതിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് വേണം? ഇതും റിപ്പീറ്റ് ആണ്. 5 മീറ്റർ ആണ്. നെക്സ്റ്റ്, മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ കുറ്റത്തിനുള്ള പിഴ എത്രയാണ്? 10,000 രൂപയാണ്. ഇപ്പോഴത്തെ പിഴ എത്രയാണ്? 10,000 രൂപയാണ് കൊടുക്കണം. നെക്സ്റ്റ്, വാഹനം ഓടിക്കാൻ മാനസികമായോ ശാരീരികമായോ അനുയോജ്യമല്ലാത്തപ്പോൾ എന്ത് ചെയ്തു? ഒരാൾ വാഹനം ഓടിച്ചാൽ അതിനുള്ള കുറ്റം എന്താണ്? 1000 രൂപയാണ്. അതിന്റെ കുറ്റം എത്രയാണ്? 1000 രൂപയാണ്. നെക്സ്റ്റ്, സ്റ്റാർട്ടർ മോട്ടോർ ഇന്റേണൽ കമ്പസ്റ്റർ എഞ്ചിന്റെ ഏത് ഭാഗത്തെയാണ് കറക്കുന്നത്? ഏത് ഭാഗത്തെയാണ്? ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൈ വീലിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് കറക്കുന്നത്. എന്തിനെയാണ് കറക്കുന്നത്? ഇത് ഫ്ലൈ വീലിനെയാണ് കറക്കുന്നത്. നെക്സ്റ്റ്, അത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൈ വീലിനോട് ഡാഷ് ചേർന്ന് കറങ്ങി തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ബൈറ്റിംഗ് പോയിന്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ക്ലച്ച് ഡിസ്ക് ആണ്. എന്താണ്? ക്ലച്ച് ഡിസ്ക് ആണ്. മാറിപ്പോയത്. ക്ലച്ച് ഡിസ്ക് കറങ്ങി തിരിയുമ്പോഴാണ് ബൈറ്റിംഗ് പോയിന്റ്.
നെക്സ്റ്റ്, വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിലെത്തി തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കാൽ ബ്രേക്കിൽ എത്താൻ എടുക്കുന്ന സമയം. ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? റിയാക്ഷൻ ടൈം ആണ്. റിയാക്ഷൻ ടൈം, സ്റ്റോപ്പിംഗ് ടൈം. റിയാക്ഷൻ ടൈമും സ്റ്റോപ്പിംഗ് ടൈം. സ്റ്റോപ്പിംഗ് ടൈം ബ്രേക്ക് ചവിട്ടി വണ്ടി എവിടെയാണോ നിൽക്കുന്നത്, ഈ രണ്ട് ടൈമിലുള്ള വ്യത്യാസം, അതാണ് സ്റ്റോപ്പിംഗ് ടൈം. നെക്സ്റ്റ്, റോഡ് യൂസർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് ഡ്രൈവർ, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, കാൽനടക്കാർ, മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല. അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ട്രാഫിക് കൺട്രോൾ സിഗ്നലിലെ ചുവന്ന ലൈറ്റ് മിന്നി പ്രകാശിച്ചാൽ, അതായത് ചുവന്ന ലൈറ്റ് മിന്നി പ്രകാശിക്കുന്നുണ്ട്, ലൈറ്റിന് അഭിമുഖമായി വരുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഒരു ലൈറ്റ് ചുവന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തുന്നു, അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഇതിൽ ഏറ്റവും അനുയോജ്യമായത് നിർത്തുക, അവിടെ വണ്ടി നിർത്തി കാൽനടക്കാർക്കും മേജർ റോഡിൽ, അതായത് നമ്മൾ കയറാൻ പോകുന്ന മേജർ റോഡിലെ യാത്രക്കാർ വാഹനങ്ങൾക്കും മുൻഗണന നൽകി എന്ത് ചെയ്യുക? സിഗ്നൽ കടന്നു പോവുക. ഏറ്റവും അനുയോജ്യമായത് ഇതാണ്. നെക്സ്റ്റ്, സൈറനോ ഫ്ലാഷ് ലൈറ്ററുകൾ, അതായത് ഒരു എമർജൻസി വാഹനം അതായത് ഒരു എമർജൻസി വാഹനത്തിൽ നിന്നും അവയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടാൽ മറ്റു വാഹനങ്ങൾ, അതായത് ഒരു എമർജൻസി വാഹനത്തിൽ നിന്നും മറ്റുള്ളവർ എത്ര അകലം പാലിക്കണം? 50 മീറ്റർ ആണ്. എത്രയാണ്? 50 മീറ്റർ അകലം പാലിച്ചിരിക്കണം. നെക്സ്റ്റ്, ഫോഗ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ചെയ്യരുതാത്തത്. ഇത് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ അറിയാം, സിമ്പിൾ ആണ്. ഏതാണ്? വേഗത കുറച്ചോടിക്കുക, അല്ല ഹെഡ്ലൈറ്റ് ചെയ്യരുതാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതാണ് ചെയ്യരുതാത്ത. വേഗത കുറച്ചോടിക്കുക, അത് അല്ല. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിൽ ഇടണം, അതാണ്. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിൽ ഇടാൻ പാടില്ല. നെക്സ്റ്റ്, ഹിൽ ഡ്രൈവിംഗിൽ ചെയ്യരുതാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, അത് ശരിയാണ്. വളവുകളിൽ ഓവർടേക്ക് ചെയ്യരുത്, അതും ശരിയാണ്. വളവുകളിൽ ഹോൺ മുഴക്കണം, അതും ശരിയാണ്. ഇറക്കം ഇറങ്ങുമ്പോൾ വാഹനം ന്യൂട്രൽ ഓടിക്കുക, വാഹനം അതൊരിക്കലും ചെയ്യരുത്. കാരണം ന്യൂട്രൽ ഓടിച്ചു കഴിഞ്ഞാൽ വാഹനം നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മൾ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് വാഹനം എന്ത് ചെയ്യും? ഓഫ് ചെയ്താണെങ്കിലും അല്ലെങ്കിൽ ന്യൂട്രലും വാഹനം ഓടിക്കരുത്, കാരണം വാഹനം നിയന്ത്രണം കിട്ടില്ല. നെക്സ്റ്റ്, ഡ്രൈവിംഗിലെ എം എന്താണ്? എം എന്നത് ഏതാണ്? എം മിറർ ആണ്. എസ് സിഗ്നൽ ആണ്. എം എന്താണ്? മനൂവ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മൂവ്മെന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക, അതാണ്. അന്നേരം എന്ത് ചെയ്യാണ്? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ദേശീയപാത, അതായത് ദേശീയപാതയിൽ മീഡിയം ഡിവൈഡറോട് കൂടിയ റോഡിൽ ചരക്ക് വാഹനങ്ങൾ 65 km/h എന്നാണ് PSC കൊടുത്തിരിക്കുന്നത്. ചരക്ക് വാഹനങ്ങൾ എന്ത് ചെയ്യാം? 65 km/h എന്ത് ചെയ്യാം? യാത്ര ചെയ്യാം. ഇതെല്ലാം PSC കൊടുത്തിരിക്കുന്ന ആൻസർ ആണ്. ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒപ്പോസിംഗ് ഉള്ള ഒരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് PSC എന്ത് ചെയ്യാം? കംപ്ലൈന്റ് വരാം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ നെക്സ്റ്റ്, സംസ്ഥാന പാതയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകൾ, ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകൾ എന്താണ്? 50 km ആണ്. 50 km/h ആണ്. നെക്സ്റ്റ്, മോട്ടോർ വാഹന നിയമത്തിൽ അധിക ഭാരം എത്രയാണ്? അതായത് 112 എന്താണ്? ഓവർ സ്പീഡ് ആണ്. അധിക ഭാരം 113 ആണ് അമിത ഓവർലോഡിംഗ്. നെക്സ്റ്റ്, അമിത ഭാരം, അതായത് ഓവർലോഡിംഗ് ഉള്ള ഒരു വാഹനം പരിശോധിക്കുന്നതിന് വാഹന പരിശോധക ഉദ്യോഗസ്ഥർ അധികാരം നൽകിയിരിക്കുന്നത് 113 ഓവർലോഡ്, അത് പരിശോധിക്കുന്നത് 114. നെക്സ്റ്റ്, കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ടത് എന്താണ്? അത് ഓൾറെഡി ഒരുപാട് തവണ, ഇതും ഒരുപാട് റിപ്പീറ്റഡ് ആണ്. അതായത് വാഹനം നിർത്തിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ചെന്ന് ചെക്ക് ചെയ്ത് ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? നമ്മൾ കടന്നു പോകണം. നെക്സ്റ്റ്, വാഹനത്തിന്റെ ഉടമസ്ഥൻ തന്റെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ച് പിടിക്കപ്പെട്ടാൽ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? 3 മാസമാണ് തടവ്. 3 മാസവും 5000 രൂപയുമാണ് പിഴ. 3 മാസം തടവ് പ്ലസ് 5000 രൂപ. അതായത് ഇവ രണ്ടും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഓഫീസർക്ക് ഇയാൾക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 അനുശാസിക്കുന്നത് എന്താണ്? 185 ആണ് ചോദിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹനം 185 ഏതാണ്? നമുക്കറിയാം, മദ്യപാനമാണ്. 185 മദ്യപാനം, ഇതും റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ്, മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വാഹനം ഓടിച്ച് ആദ്യ തവണ പിടിച്ചു കഴിഞ്ഞാൽ 3 മാസം തടവും അല്ലെങ്കിൽ 2000 രൂപ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇവ രണ്ടും അടയ്ക്കാം. ഏതാണ്? 3 മാസം തടവും 2000 രൂപയും. നെക്സ്റ്റ്, ആ വാഹനത്തിൽ അമിതമായി ഭാരം കയറ്റി പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈസൻസ് എന്ത് ചെയ്യാം? അയോഗ്യത കൽപ്പിക്കാം. ലൈസൻസ് പിഴ കൊടുക്കുകയും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യാം. അതാണ് ഏറ്റവും അനുയോജ്യമായത്. നെക്സ്റ്റ്, മോട്ടോർ വാഹന നിയമത്തിലെ 184 പരിധിയിൽ വരാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വരാത്തത് ഏതാണ്? ഹെൽമെറ്റ് ധരിക്കാതെ ടൂ വീലർ ഓടിക്കുക. നെക്സ്റ്റ്,
ഈ ഗുഡ് സമരിയൻ ആണ്. അതായത് താഴെ പറയുന്നവയിൽ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 134A പറയുന്ന ഒരു നല്ല സമരിറ്റാൻ, അതായത് അവകാശങ്ങൾ ഏതായത് ഗുഡ് സമരിറ്റാൻ, അതായത് വാഹന അപകടം നടക്കുമ്പോൾ എന്ത് ചെയ്യുക, അപകടം നടന്ന, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം എന്തൊക്കെ അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഒരു നല്ല സമരിറ്റാനോട് ബഹുമാനപൂർവ്വം പെരുമാറേണ്ടതാണ്, ഇത് ശരിയാണ്. ഒരു നല്ല സമരിറ്റാൻ എന്ത് ചെയ്യണം? കയ്യിൽ നിന്നും അപകടം പറ്റിയ ആൾക്ക് ആവശ്യമായ മരുന്നുകൾ വേണ്ടി വരുന്ന പണം നിർബന്ധമായും നൽകണം, അത് തെറ്റാണ്. നല്ല സമരിറ്റാൻ നിർബന്ധമായും അപകടത്തിന്റെ സാക്ഷിയാകേണ്ടതാണ്, അത് തെറ്റാണ്. അപകടം പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്ന നല്ല സമരിറ്റാനോട് പോലീസ്, ആശുപത്രി അധികരോ മറ്റു ആവശ്യങ്ങളൊന്നും തന്നെ പറയാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പോകാൻ അനുവദിക്കുക. അന്നേരം 1ഉം 4ഉമാണ്. നെക്സ്റ്റ്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ സെക്ഷൻ 168 സബ്സെക്ഷൻ 5 പ്രകാരം എല്ലാ ആശുപത്രികളിലും ഡാഷ് കവാടത്തിലോ അനായാസം കണ്ണിൽ പെടുന്നതോ ആയ ഭാഗത്തോ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബോർഡ് സ്ഥാപിക്കേണ്ടതാണ്. അതായത് എന്താണ്? അതായത് ഒരു നല്ല സമരിറ്റാന്റെ അവകാശങ്ങളാണ്. അതായത് ഇങ്ങനെ അപകടത്തിൽ പെടുന്നവരെ കൊണ്ടുവരുന്ന അയാളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുക, ബോർഡിൽ എന്ത് ചെയ്യുക, പ്രത്യേകം എഴുതി വെക്കേണ്ടതാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നത്, അതായത് ജസ്റ്റ് ഇത് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. അതായത് ഇതിനകത്ത് ഒരു നല്ല സമരിറ്റാൻ അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുവരുന്ന ആളുടെ ആശുപത്രി ചെലവുകൾ നൽകേണ്ടതില്ല, ഇതാണ് ഏറ്റവും ശരിയായത്. നെക്സ്റ്റ്, ഒരു നല്ല സമരിറ്റാൻ ഒരു അപകടത്തിൽ ദൃക്സാക്ഷിയാകാൻ സ്വയം ആഗ്രഹിക്കുന്നു എങ്കിൽ അയാളെ സാക്ഷി വിസ്താരം നടത്തുന്നതിനുള്ള നടപടിക്രമത്തിൽ തെറ്റായ പ്രസ്താവനയാണ്. അതായത് തെറ്റായത് ഇത് ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുക, ആ പരിപാടി വേണ്ട. ബാക്കിയെല്ലാം ശരിയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ആളെ എന്ത് ചെയ്യുക, വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യത്തിലാണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാം? ഹെൽമെറ്റ് ധരിക്കാതെ ടൂ വീലർ, അമിത വേഗത്തിൽ വാഹനം ഓടിക്കുക, ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക. അതായത് കൽപ്പിക്കാൻ കഴിയാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അന്നേരം എന്ത് ചെയ്യാം, നമുക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കുന്നതിന് എന്ത് ചെയ്യാം, ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, ഏത് തരം വാഹനങ്ങളിൽ ആണ് ഫാസ്ടാഗ് നിർബന്ധമാക്കിയത്? ഏതാണ്? എമ്മും എന്നും ആണ്. അതായത് എമ്മും എന്നും കാറ്റഗറി വാഹനങ്ങൾക്കാണ് ഫാസ്ടാഗ് എന്ത് ചെയ്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 138 സബ്സെക്ഷൻ 3 പ്രകാരം മോട്ടോർ വാഹനത്തിൽ ഏതൊക്കെ സീറ്റിലെ യാത്രക്കാരാണ് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്? അതായത് ഇത് ജസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. വാഹനത്തിന്റെ മുൻ സീറ്റിലുള്ളവർ, വാഹനത്തിന്റെ പിറകിലെ മുന്നിലേക്ക് അഭിമുഖമായി ഇരിക്കുന്ന സീറ്റിലെ യാത്രക്കാർ. ഏതൊക്കെയാണ്? മുൻ സീറ്റിലുള്ളവരും വാഹനത്തിന്റെ പിറകിലെ മുന്നിലേക്ക് അഭിമുഖമായി ഇരിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ധരിക്കൽ ഈ സെക്ഷൻ പ്രകാരം നിർബന്ധമാണ്. നെക്സ്റ്റ്, വാണിംഗ്. എന്താണ് വാണിംഗ് ട്രയാങ്കിൾ? അതായത് അപകടം നടക്കുന്ന സമയത്ത് മുന്നിലും പിന്നിലും വെക്കുന്നത്. അതായത് എത്ര എണ്ണം? അതായത് GVW 7.5 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങൾ എത്ര എണ്ണം സൂക്ഷിക്കണം? 2 എണ്ണമാണ്. ഇതും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്, 2 എണ്ണമാണ്. നെക്സ്റ്റ്, GVW 7.5 ടണ്ണിന് മുകളിലുള്ള 4 വീലർ വാഹനങ്ങളിൽ CMVR 138 4 പ്രകാരം എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ്? 2 എണ്ണമാണ്. എത്രയാണ്? 2 എണ്ണമാണ്. നെക്സ്റ്റ്, 4 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് ടൂ വീലർ യാത്ര ചെയ്യുമ്പോൾ, 4 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് ടൂ വീലർ യാത്ര ചെയ്യുമ്പോൾ എത്ര സ്പീഡിലായിരിക്കണം പോകേണ്ടത്? എത്ര സ്പീഡിലായിരിക്കണം പോകേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. 40 കിലോമീറ്റർ ആണ്. എത്രയാണ്? 40 km/h പോകേണ്ടത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് ട്രാൻസ്പോർട്ട് വാഹനത്തിലാണ് സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ്? ഏതാണ്? സ്റ്റേജ് കാരേജ് വാഹനങ്ങൾക്കാണ്. ഏതാണ്? സ്റ്റേജ് കാരേജ്. നെക്സ്റ്റ്, ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾക്ക്, അതായത് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ വാഹനങ്ങൾക്ക്, അതായത് നിറം ഏതാണ്? ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഒലീവ് ഗ്രീൻ ആണ്. ഇത് റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ്, വാഹനങ്ങളിലെ റിയർ അണ്ടർ പ്രൊജക്ട് ഡിവൈസിന് ഉപയോഗിക്കേണ്ട നിറങ്ങൾ, അതായത് നമ്മുടെ വാഹനങ്ങളിലൊക്കെ സൈഡിലും പുറകിലുമായി ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് ചോദിച്ചത്. മഞ്ഞയോട് കൂടി വെള്ള സീബ്ര ലൈനുകൾ. നെക്സ്റ്റ്, MN തരത്തിൽ വരുന്ന വെടിയുണ്ട ഏൽക്കാത്ത ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ആർമൗണ്ട് വാഹനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ആർമൗണ്ട് വാഹനങ്ങൾ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിലാണ് സ്പാർക്ക് അറസ്റ്റർ? ഇത് റിപ്പീറ്റഡ് ആണ്. ഏതാണ്? ഹസാർഡ് നേച്ചർ വാഹനത്തിലാണ് റിപ്പീറ്റ്. ഈ ഡ്രൈവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പറ്റും. 2017-18 മുതലുള്ള 2024 വരെ നടന്നിട്ടുള്ള ഡ്രൈവർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ് ആവാം. അതായത് ഏകദേശം മാർക്ക്, അതായത് 30-40% 50
ക്വസ്റ്റ്യൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 25 മാർക്കിൽ കൂടുതൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കിട്ടും. അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ PSC ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അന്നേരം എന്ത് ചെയ്യാം, നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫർ ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.